നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 3 വലിയ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയത് ഭക്തർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. നീർക്കാക്കകളുടെ ശല്യം ഒഴിവാക്കാനായി മരങ്ങൾ മുറിച്ചത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമാണെന്ന ആക്ഷേപം ഉയരുന്നു. തെക്കേ നടയിൽ ആനകളെ തളയ്ക്കുന്ന ഭാഗത്തെ മാവ്, പുളി, അത്തി എന്നീ 3 മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. ഈ മരങ്ങളിൽ നീർക്കാക്കകളടക്കം നിരവധി പക്ഷികളാണ് ചേക്കേറിയിരുന്നത്. ഇവയുടെ കാഷ്ടം ഭക്തർക്ക് ശല്യമാകുന്നതായി പരാതിയുണ്ടായിരുന്നു. പക്ഷിശല്യത്തെ തുടർന്ന് മരങ്ങൾക്ക് താഴെ ആനകളെ തളയ്ക്കാൻ പാപ്പാന്മാർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് ദേവസ്വം പറയുന്നത്. എന്നാൽ ഇത് പരിഹരിക്കേണ്ടതിനു പകരം മരങ്ങൾ മുറിച്ചു മാറ്റിയത് പ്രതിഷേധാർഹമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി രമേശ് പുത്തൂർ പറഞ്ഞു. വനം വകുപ്പുമായും പരിസ്ഥിതി പ്രവർത്തകരുമായി കൂടി ആലോചിക്കാതെയാണ് മരം മുറിച്ചത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ക്ഷേത്ര വികസനത്തിനായി ഏറ്റെടുത്ത ഈ ഭൂമിയിൽ നിരവധി മരങ്ങളാണ് ഉണ്ടായിരുന്നത്. വിവിധ ഘട്ടങ്ങളിലായി അവ മുറിച്ചു മാറ്റിയതിനാൽ വിരലിൽ എണ്ണാവുന്ന മരങ്ങളാണ് ശേഷിച്ചിരുന്നത്. ഇതിൽ 3 എണ്ണത്തിന്റെ കൂടി കടക്കലാണ് കത്തിവീണത്. ഇവിടെ തെക്കേ നടയില് നമ്മുടെ കൂവളത്തിന്റെ തൊട്ടടുത്ത് ഒരു 4 മരങ്ങൾ, ഒരു പുളി, ഒരു മാവ്, ഒരു അത്തി, ഇത്രയും സാധനങ്ങൾ ഒരുന്ന് മുറിച്ച് നീക്കണ്ടായി. ഇത് പക്ഷി ഇരമൂടുന്ന നീർക്കാക്കകൾ വന്നിരുന്ന് അവിടെ പരിസരം വൃത്തിയാക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് ഇന്ന് അവിടെ ചെയ്തത്. പക്ഷെ ഈ നീർക്കാക്കകളെ ഓടിക്കാൻ പ്രകൃതി ആയിട്ടുള്ള ആൾക്കാരും പ്രകൃതി സംരക്ഷണത്തിന്റെ ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടിയാലോചിച്ചും ഫോറസ്റ്റിന്റെ ആൾക്കാരായിട്ട് കൂടിയാലോചിച്ചും ആ മരങ്ങൾ മുറിക്കുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ആ മരം മുറിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയാച്ചാൽ ആ പക്ഷികളെ അവിടെ നിന്ന് ഓടിക്കേണ്ടത് ശരിയാണ്. ഭക്തജനങ്ങൾക്ക് വളരെ ശല്യമാണ്, അതിന്റെ മണം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിന് പകരം അത് മരം കടയോടെ കൊമ്പും ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞ് അത് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്നാണ് ഞാനൊരു പൊതുപ്രവർത്തകനും ഗുരുവായൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഗുരുവായൂരിലെ സെക്രട്ടറി എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. കുന്നത്തൂർ ദേവാസുര ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ യുവാവിന്റെ വിരൽ കടിച്ചു മുറിച്ച കേസിലെ പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് പുല്ലൂണിയിൽ ബിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുന്നയൂർ വെട്ടിപ്പുഴ സ്വദേശി തറയിൽ സുനിലാണ് ആക്രമണത്തിനിരയായത്. മുൻവൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 4:30 സംഭവം. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബിനീഷ് സമീപിച്ചെങ്കിലും സുനിൽ ഒഴിഞ്ഞുമാറി. ഇതോടെ ബിനീഷ് സുനിലിന്റെ കഴുത്തിൽ കുത്താൻ ശ്രമിക്കുകയും തടയുന്നതിനിടെ ഇടത് കൈയിലെ മോതിരവിരൽ കടിച്ചു മുറിക്കുകയുമായിരുന്നു. വിരലിന്റെ എല്ലിന് പൊട്ടലുണ്ട്. സുനിലിനെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ബിനീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെ ബിൻസി ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. SIPS സാബു മുഖ്യാതിഥിയായിരുന്നു. കൌൺസിലർമാരായ ചുമതലയേറ്റ കരുണ കുടുംബാംഗങ്ങളായ PK മഹിജ, ബഷീർ പൂക്കോട് എന്നിവരെ ആദരിച്ചു. കരുണ സെക്രട്ടറി സതീഷ് വാര്യർ, CI ജോർജ്, ഗീത ബാലകൃഷ്ണൻ, ഡാഡി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് പെൻഷൻ, ക്രിസ്മസ് കേക്ക് എന്നിവ വിതരണം ചെയ്തു. ക്രിസ്തുമസ് കരോൾ, കലാപരിപാടികൾ, ഗാനമേള, സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കൂനമുച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കിടപ്പ് രോഗികൾക്ക് കേക്ക് വിതരണം ചെയ്തു. പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ സാന്ത്വന പരിചരണം നൽകിവരുന്ന രോഗികൾക്കുള്ള കേക്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. കൂനമുച്ചി പൗരാവലി പ്രസിഡന്റ് TV ജോൺസൺ അധ്യക്ഷനായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സാഫിര അസീസ്, മുൻ പഞ്ചായത്ത് അംഗം PK അസീസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് നഴ്സ് സരള, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ബിഞ്ചു, ബിജു, ജസ്ന എന്നിവർ പങ്കെടുത്തു. ഓണം, ക്രിസ്മസ്, വിഷു, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായി കൂനമുച്ചി പൗരസമിതിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ, ഓണക്കോടി, ക്രിസ്മസ് കേക്ക് എന്നിവ വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്നുണ്ട്. നിരവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി 4 പതിറ്റാണ്ടോളം മലയാളിയെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ നർമ്മ സന്ദേശകൻ, നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 11 വയസ്സുകാരനായ അലിയസ വരച്ച കാർട്ടൂൺ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. 5 വയസ്സുള്ളപ്പോൾ തന്നെ പ്രമുഖ വ്യക്തികളുടെ കാർട്ടൂണുകൾ വരച്ച ശ്രദ്ധ പിടിച്ചുപറ്റിയ അലിയസ MTയുടെ മരണത്തെ തുടർന്ന് വരച്ച കാരിക്കേച്ചറും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കാർട്ടൂണുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് അവ നോക്കി വരയ്ക്കുന്നതിലൂടെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അലിയസ ഒരു കുട്ടി കാർട്ടൂണിസ്റ്റായി ശ്രദ്ധേയനായത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഗിന്നസ് സത്താർ ആദൂരിന്റെയും ഷമീന ബീവിയുടെയും മകനായ അലിയസ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
കലയും സാമൂഹിക ബോധവും ചേർന്ന തന്റെ ചിത്രങ്ങളിലൂടെ ചെറുപ്പത്തിലെ വലിയ പ്രതീക്ഷകളാണ് ആലിയസ കാർട്ടൂൺ മേഖലയിൽ തുറക്കുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ നൊഹ്റുദോ യൽദോ കരോൾ റോഡ് ഷോ സംഘടിപ്പിച്ചു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുതിരവണ്ടി ഓടിക്കുന്ന സാന്താക്ലോസ്, LED മുത്തുകുടകൾ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ മാലാഖക്കൂട്ടം, ഫ്ളാഷ് മോബ്, ബലൂൺ പിടിച്ച് DJ ലൈറ്റിന്റെ വെളിച്ചത്തിൽ പാപ്പമാർ, പഴയകാലത്തെ വസ്ത്രമണിഞ്ഞ വനിതാ സമാജം പ്രവർത്തകരുടെ മാർഗം കളി, 50ഓളം ക്രിസ്മസ് പാപ്പകൾ, 10 അടി ഉയരമുള്ള പൊയ്ക്കാൽ പാപ്പ, LED മാലാഖമാർ, വലിയ സ്മേൽ ഡോളുകൾ, ബാൻഡ് സെറ്റ് തുടങ്ങി കാഴ്ചയുടെ മനോഹാരിത തീർത്തുകൊണ്ടായിരുന്നു റോഡ് ഷോ. പള്ളിയിൽ എത്തിയതിനു ശേഷം ക്രിസ്തുമസ് സന്ദേശവും സമ്മാന വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കൺവീനർ CV ഷാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. K. കരുണാകരന്റെ 15ാമത് ഓർമ്മദിനത്തിൽ ചാവക്കാട് INTUC ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. INTUC മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് RM റൌഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ KK ഹിറോഷ്, രാജൻ പനക്കൽ, AK മുഹമ്മദ് അലി, RM അബൂബക്കർ, RK ഷാബിർ, മുസ്തഫ മണത്തല, CP കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചരമം. മാവേലിക്കരയിൽ താമസിക്കുന്ന പഴഞ്ഞി വാഴപ്പിള്ളി തമ്പി ഭാര്യ ലില്ലി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. ലിതേഷ്, ലിഷ എന്നിവർ മക്കളാണ്. പഴഞ്ഞി ജെറൂസലേം തയ്യിൽ വീട്ടിൽ ശശി നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ശാന്തി തീരത്ത് നടത്തി. രാജൻ, പരമേശ്വരൻ, ശകുന്തള എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.